നീ ഒരു മുസ്ലിം അല്ലേ? തട്ട വിട്ട് നടക്കേണ്ടവളല്ലേ? നീ എന്തിനീ പണി ചെയ്തു? ആരൊക്കെയാണ് അഭിമാനികൾ? മുസ്ലിംസിൽ ആരൊക്കെയാണ് ഈ അഭിമാനികൾ? അതൊന്ന് പറയാമോ? പക്ഷെ സർജറി കഴിഞ്ഞ് റിയ എങ്ങനെ കൊറ്റംകുളങ്ങരയിൽ പോകുന്നത്? വിളക്കെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല, കൊറ്റംകുളങ്ങരയിൽ പോയി എന്ന് ഞാൻ പറഞ്ഞോളൂ. വേശ്യാലും ഇപ്പുറത്ത് വെച്ചിട്ട് പള്ളി ഇപ്പുറത്തും വെച്ചിട്ട് ഉള്ള കൺട്രീസാണ്. അതപ്പം മുസ്ലിമിൽ ഇതല്ല, പ്രശ്നമല്ല. പിന്നെ വെച്ചാൽ ഞാൻ സെക്സ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കില്ല എന്നോ എനിക്ക് പ്രണയം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ സ്ത്രീ ആയതിനു ശേഷം കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നപ്പോൾ എന്ത് തോന്നി? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. സീരിയൽ ടൂയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ സ്ത്രീയായിട്ടൊന്നും കാണരുത്, കാരണം എനിക്ക് ജന്മം നൽകുവാൻ സാധിക്കുകയില്ല. പേരെടുത്ത് വിളിക്കാം, ട്രാൻസ് വുമൺ റിയേഷ. നമസ്കാരം. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കമൻ്റ് ഉണ്ട്. നീ ഒരു മുസ്ലിം അല്ലേ? തട്ട വിട്ട് നടക്കേണ്ടവളല്ലേ? നീ എന്തിനീ പണി ചെയ്തു? ആ കമൻറ്റിന് എന്താ മറുപടി കൊടുക്കാനുള്ളത്? തട്ടിട്ട് നടക്കേണ്ടവളല്ലേ, മുസ്ലിം അല്ലേ എന്നൊക്കെയോ? മുസ്ലിങ്ങൾക്ക് അപമാനമാണ് നീ എന്ന് പറഞ്ഞവർ വരെ ഉണ്ടേ. ആരൊക്കെയാണ് അഭിമാനികൾ? മുസ്ലിംസിൽ ആരൊക്കെയാണ് ഈ അഭിമാനികൾ? അതൊന്ന് പറയാമോ? മുസ്ലിം എന്ന സമുദായത്തിൽ ആരൊക്കെയാണ് അഭിമാനമായിട്ടുള്ളവർ? ആദ്യം അവരെ ഒന്ന് വേർതിരിച്ച് കാണിക്കട്ടെ, എന്നതിന് ശേഷം ഞാൻ അപമാനിയായത് എങ്ങനെയാണ് ഞാൻ പറയാം. ഈ നബിയുടെ കാലത്തൊക്കെ ഞാൻ മതത്തിനെ ഇനി അതിനെ ആരും എടുത്ത് പറയണ്ട. നബിയുടെ കാലത്തും ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നബിയുടെ വൈഫുമാരെ കൂടെ നിൽക്കാനൊക്കെ സമ്മതിച്ചിരുന്നൊരു വിഭാഗക്കാരാണ്. അന്ന് സർജറിയും കാര്യങ്ങളും ഒന്നുമില്ല. അന്നത്തെ രീതി, അന്ന് നമ്മൾ നോർമലി ഈ ഒട്ടകത്തിൽ കൂടെയാണ് നടക്കുന്നിരുന്നത്, അല്ലെങ്കിൽ മറ്റ് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ ശാസ്ത്രം വളർന്നു ഇതാക്കി. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ ഏത് രീതിയിൽ ഇതാക്കണം നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ രീതിയിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ മതങ്ങൾ എന്താണ്, മതത്തിൽ എന്താണ്? ഇപ്പം ടി വി കാണാൻ പാടില്ല. ഇപ്പോൾ ഉസ്താദുമാർ കംപ്ലീറ്റ്ലി ഫോണിലല്ലേ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ കാണാൻ പറ്റത്തില്ല, ഞാൻ മതത്തിൽ പഠിച്ചിട്ടുണ്ട്. ടി വി കാണാൻ പാടില്ല, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, സംഗീതം ആ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ പാടില്ല, ഇതൊന്നും കള്ളു കുടിക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്യാത്ത മുസ്ലിംസ് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അതെ അല്ലേ? ഒരു ടി വി ഇല്ലാത്ത വീടുകളിൽ അപൂർവമായിരിക്കും, പക്ഷെ അവർ മറ്റൊരു രീതിയിൽ. അപ്പോൾ ഇതെല്ലാം ഒരാളുടെ മാത്രമല്ല ഈ മതവും ഇതൊന്നും നമ്മൾ ചെയ്യുന്ന. ഇപ്പം അതിന് ഇവിടെ വീണ് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് കൊണ്ടുപോകാൻ എനിക്കൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്. അല്ല, അതിനെ ദൈവമായിട്ട് കാണുന്നത്. അതിനെയാണ് ദൈവം. വിശ്വാസിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് ജനിച്ചത് ഞാൻ മുസ്ലിം മതത്തിലായതുകൊണ്ട് എനിക്ക് അത് തന്നെ എന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ പോകാണ്ടിരിക്കുമെന്നോ അതൊന്നും അല്ല. പക്ഷെ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് നമുക്കൊന്ന് അമ്പലത്തിൽ പോകാം എന്ന് പറയുമ്പം ഞാൻ അവരുടെ കൂടെ, അവർക്കും നമ്മൾ അവിടെ കൂടെ ചെന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ഈ പറയുന്ന കൊറ്റംകുളങ്ങരയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എൻ്റെ മുമ്പിൽ കംപ്ലീറ്റ്ലി മീഡിയാസും വന്നു. പക്ഷെ സർജറി കഴിഞ്ഞ് റിയ എങ്ങനെ കൊറ്റംകുളങ്ങരയിൽ പോകുന്നത്? വിളക്കെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല, കൊറ്റംകുളങ്ങരയിൽ പോയി എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ മീഡിയാസ് കംപ്ലീറ്റ്ലി വന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, എൻ്റെ അടുത്തേക്ക് ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ അടുത്തേക്ക് മീഡിയയും അല്ലെങ്കിൽ ഇതുമായിട്ട് വരണ്ട, അതുവഴി എനിക്ക് ഫെയിമും ആവണ്ട. ഇതെന്താണെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. എങ്ങനെയാണ് എന്താണെന്നുള്ളത് അവിടെ കണ്ടു. ആരും അറിഞ്ഞിട്ടില്ല, പോയിട്ടില്ല, കണ്ടു, വന്നു, ഇതാക്കി. അതെൻ്റെ ഫ്രണ്ടിന് കിട്ടിയൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. റിയയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുമ്പോഴേ ശരീരഭാഗം കാണിച്ചുള്ള വീഡിയോയോ അല്ലെ വൈറലാകാനുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് കാണുമ്പോൾ ശരിക്കും ഒരു സന്തോഷവും അഭിമാനം തോന്നുന്നു കേട്ടോ. കാരണം ഞാനൊരു 6-7 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയതാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യം ഒരു ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരം എനിക്കുണ്ട്. തീർച്ചയായിട്ടും സൗന്ദര്യത്തിനാണ് വലിയ തെറ്റില്ലാത്ത സൗന്ദര്യം. ഇത് വേണമെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണമെങ്കിൽ റീച്ചിന് വേണ്ടി വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മറ്റുള്ളവർക്ക് ആസ്വദിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ റീൽസ് ചെയ്യാം.
അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാം. ഞാൻ എൻ്റെ കഴിവിൽ എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കഴിവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന റീൽസ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ എൻ്റെ പഴയ ഒരുപാട് ഇൻസ്റ്റ താഴേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് തൊട്ട് മുന്നോട്ട് ഈ ഒരു ഇന്നലെ വരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സർജറി പൂർണ്ണമായിട്ട് കഴിഞ്ഞതാണോ? 7 വർഷം മുമ്പ് സർജറി. 7 വർഷം മുമ്പ് സർജറി. എത്ര രൂപയായി കാണും? ഏകദേശം 4-5 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മൾ ലേസർ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കും ഹോർമോൺസുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. 5 ലക്ഷം രൂപയായി. ഏകദേശം. അത് സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? അന്നത്തെ ഇല്ല, ഈ സർജറി ചെയ്ത സമയത്ത് 4ാമത്തെ ദിവസം നമുക്കൊരു അനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, 4ാമത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ഈ പറയുന്ന എൻ്റെ ഒരു സെലിബ്രിറ്റീൻ്റെ കൂടെ ആയിരുന്നു, ഒരു അന്നത്തെ നല്ല രീതിയിൽ സെലിബ്രിറ്റി ആയിരുന്ന ഒരാളെ കൂടെ ആയിരുന്നു ഞാൻ സർജറി ചെയ്ത്. രണ്ടാളെയും ഒരാളുടെ ഞാൻ അത്യാവശ്യം ഡെത്തായിട്ടുള്ള ഒരു സർജറിയാണ് ചെയ്തത്. കുടലെടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ കുടലിൻ്റെ സർജറി ചെയ്യുന്നതൊക്കെ എൻ്റെ ഡൗൺ ചെയ്തു. അങ്ങനെ രണ്ടാളെ ഒരുമിച്ച് ചെയ്ത് ആ പുള്ളിക്കാരത്തി ഞാൻ എണീറ്റ് സർജറി കഴിഞ്ഞ് 1 മണിക്കൂർ എൻ്റെ ബോധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുണ്ട് യൂറിൻ ബാഗും പിടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഞെട്ടി. പുള്ളിക്കാരത്തി 12 ദിവസമായിട്ട് പുള്ളിക്കാരത്തി അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല, പറ്റിയിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു 3-4 ദിവസം കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ പോയി. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക്. സെലിബ്രിറ്റി ആരായിരുന്നു? ഇല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതാരാണെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് അത്രയും അല്ല, എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്ത്രീ ആയതിനു ശേഷം കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നപ്പോൾ എന്ത് തോന്നി? നമ്മൾ ആ പ്ലാസ്റ്റർ, പണ്ടത്തെ ഒരു പ്ലാസ്റ്റർ ഇതിങ്ങനെ ഊരുന്നൊരു ഡോക്ടർ ഇങ്ങനെ ഊരിയിട്ട് നമ്മുടെ ആ യൂറിൻ ബാഗ് അല്ല യൂറിൻ്റെ ട്യൂബും അങ്ങനെ ഊരുന്ന സമയത്ത് നമുക്കൊരു അമ്മ, അതെന്താ ഫീൽ എനിക്കറിയില്ല, അമ്മ കൊച്ചിനെ ചിലപ്പോൾ എത്രയും നാളും അത് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. 9 മാസത്തോളം പ്രസവിക്കാൻ വേണ്ടി പ്രസവിച്ച് തല കാണുന്ന സമയത്ത് കിട്ടുന്നൊരു ഹാപ്പിനെസ്സിൻ്റെ എനിക്ക് തോന്നുന്നു അതേ ഫീലായിരിക്കും എനിക്ക് അന്ന് അവിടെ കിട്ടിയിട്ടുണ്ടാവാം സർജറി ചെയ്തപ്പം. എന്താ കാരണം വെച്ചാൽ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ളത്, കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ ബോഡിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊക്കെ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ അത്രയും കാലം കണ്ട ഒരു ആളെ അല്ലല്ലോ പിറ്റത്തെ ദിവസം കാണുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാണുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉമ്മയെ സിനിമ കൊണ്ട് കാണിച്ചോ അഭിനയിച്ച കൂടൽ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതായിരുന്നു, ഉമ്മയെ കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ കാണിക്കാൻ ചില ആളുകൾ സമ്മതിച്ചില്ലേ? അത് ഞാൻ സിനിമ ഇവിടുന്ന് കണ്ട് ഉടനെ തന്നെ ഞാൻ പോയത് കോഴിക്കോടേക്കാണ്. വീട്ടിലേക്കല്ല പോയത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഉമ്മാക്ക് ഞാൻ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട്, വണ്ടി അറേഞ്ച് ചെയ്താൽ കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടേത്. അപ്പോൾ അവിടെ കാറൊന്നും സെറ്റ് ഇതാവില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓട്ടോറിക്ഷ കിട്ടുകയാണെങ്കിൽ വരാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പോൾ ഓട്ടോറിക്ഷ ഉമ്മ വയ്യാത്തൊരു ഉമ്മയാണ്, എന്നിട്ട് പോലും റോട്ടിൽ എവിടെയോ പോയിട്ട് ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ പറഞ്ഞ പുള്ളിക്കാരനെ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും ഉമ്മ പോയി മാറ്റി റെഡി ആയപ്പോഴത്തേക്കും എടുത്തി വെച്ചു എവിടേക്കാണ് പോണേന്ന് വെച്ചു. ഇങ്ങനെ കുട്ടിയുടെ സിനിമ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോയ വഴിക്ക് പോയിക്കോ, ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടം തന്നെ. കാരണം വെച്ചാൽ ആ ഉമ്മയുടെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ചേക്ക്. അത് എന്നെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു നിക്കാഹോ എന്തെങ്കിലും നടക്കുകയാണെങ്കിലൊക്കെ കുട്ടി എളാപ്പ വന്നു കേട്ടോ എന്ന് പറഞ്ഞ് അതിന് ഫോൺ വെക്കാൻ സമയം ഉണ്ടാവാറില്ല. ഞാൻ മാത്രമേ ഇല്ലാത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഭയങ്കരമായിട്ട് അതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. എന്തുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിക്കുന്നില്ല? ഞാൻ പറയട്ടെ, ഞാൻ എന്താ വെച്ചാൽ ഊര് തെണ്ടി നടക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ടാണെങ്കിൽ നാളെ എൻ്റെ കൂടെയായിരുന്നു ഉമ്മ. കോഴിക്കോട് ഞാൻ നിൽക്കുന്ന സമയം, ഇപ്പം ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. കോഴിക്കോടുള്ള സമയത്ത് സത്യത്തിൽ അതിന് കൂടുതൽ അസുഖം വരികയാണ്, അതിന് എൻ്റെ അടുത്താണ് നിൽക്കാൻ താല്പര്യം. കാരണം അത് വയസ്സായതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഭാര്യമാർക്കൊക്കെ അതൊരു വലിയൊരു ഇറിറ്റേഷനായിട്ട് അത് വേഗം എൻ്റെ അടുത്തേക്കാണ് വന്നിക്കുക. സ്വന്തം ഉമ്മയല്ലേ, ഉമ്മ എൻ്റെ അടുത്ത് നിൽക്കും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം സാമ്പത്തികമായിട്ട് ഞാൻ റെഡിയാണ്. എനിക്കൊരു സെർവൻറ്റിനെ നിർത്തി ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി അതിനെ വേണ്ട രീതിയിൽ നോക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പോൾ ഈ ഒരു ഇത് നേടിയെന്നല്ലാതെ സാമ്പത്തികമായിട്ട് ഞാൻ ഭദ്രമല്ല. അപ്പം അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നോ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ടാവും എൻ്റെ ഉമ്മാനെ. പക്ഷെ അത് പറ്റുന്നില്ല. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് എങ്ങനെ പറ്റുക എന്നുള്ളത് എനിക്ക് ഒന്ന് സാമ്പത്തികവും കൂടെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മാനെ കൊണ്ടുവയ്ക്കുമ്പോൾ 100 വട്ടം എൻ്റെ കൂടെ വന്ന് നിൽക്കും.
അതെല്ലാം സാധിക്കട്ടെ കേട്ടോ. കാരണം എൻ്റെ ഉമ്മാനെ അത്യാവശ്യം എല്ലാവരും പെരിന്തൽമണ്ണ താമസിക്കുന്ന സമയത്തും അവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ. ഞാൻ കോഴിക്കോടുള്ള സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എല്ലാവർക്കും അറിയാം, എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. നമുക്ക് ഉമ്മയായിട്ട് ഒരു ദിവസം ഇരിക്കണം. ഉമ്മയായിട്ട് ഇവിടെ വന്നിരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും ദൂരം വല്ല, അതുകൊണ്ടാണ് സിനിമയ്ക്ക് പോലും വരാഞ്ഞത്. പക്ഷേ ഇനി എന്തായാലും കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റാണ് കാണാം ഒരു ദിവസം അല്ലേ. തീർച്ചയായിട്ടും ഇരിക്കാൻ പറ്റും. ഈ കൂടുതൽ സിനിമയിൽ എന്തോ പെർഫോമൻസ് ചെയ്തേക്കുന്ന അറിയാ. അതെ, ആ ഫൈറ്റിങ് എനിക്ക് തോന്നുന്നു ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ പവർ ഉണ്ടായിരുന്നു, പറഞ്ഞിരുന്നു ആരെങ്കിലും? ഫൈറ്റ് ഉണ്ട്. കാരണം കൂടുതൽ ഇത്രയും വളരെ മനോഹരമായിട്ട് നമുക്കൊരു ക്യാരക്ടർ തരികയും അത് അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയും കാരണം വെച്ചാൽ വിപിൻ ജോർജ് ആ ഡെത്തുള്ള ഒരു ക്യാരക്ടറാണ്. വിപിൻ ജോർജിനോടൊപ്പം നമുക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൽ ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റൊക്കെ വളരെ എന്താ പറയുക, അത് ഡ്യൂപ്പിനൊന്നും വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല. പെടലിയൊക്കെ വെട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. അതെ, നമുക്ക് ആ റോപ്പ് സാധനം അവർ വിട്ടുപോയ സമയത്ത് ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമുക്ക് അടിച്ചിട്ട് ഞാൻ വിചാരിച്ച് പെടലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന്. അതൊക്കെ അത്രയും നാച്ചുറലായിട്ട്. പിന്നെ രണ്ടും ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു രണ്ടുപേരെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മറിഞ്ഞ് തിരിയുന്നുണ്ട് ഒരു സാധനം. അതിൽ മാത്രം ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ്, ബാക്കി എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ കൂടുള്ള നടന്മാരെയും നടിമാരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നടനാണോ ബിബിൻ ജോർജ്? തീർച്ചയായിട്ടും 100%. അത് മാത്രമല്ല, നമ്മുടെ മിസ്റ്റേക്കുകൾ കംപ്ലീറ്റ്ലി പറഞ്ഞു തന്ന് നമുക്കത് അങ്ങനെ, എന്നാൽ പുള്ളിക്കാരൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാം ഡയറക്ടറും ഒക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരന് മനസ്സിലാകും എന്താണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഓരോ മിസ്റ്റേക്കുകളും നമ്മൾ കൂടെ നിന്ന് അതിങ്ങനെയല്ല അറിയാം, അത് അങ്ങനെയാണെന്ന് പറഞ്ഞു തന്ന് എല്ലാം. കാരണം പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം കാല് വയ്യാത്ത സമയത്ത് എനിക്ക് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ തീർന്നില്ലേ, പുള്ളിക്കാരൻ അതിൽ ഇതാവില്ലല്ലോ. അപ്പോൾ ആ ടൈം അത് ഭയങ്കര ഫീലുണ്ട് അത് കുട്ടികൾ. എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, റിയ പക്ക നന്നായിട്ടുണ്ട്, എനിക്ക് ഞാൻ ഒരുപാട് സെലിബ്രിറ്റികളോട് കിട്ടിയിട്ടുണ്ട്, കാരണം നല്ല രീതിയിൽ ടൈമിങ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അറിയാമെന്ന് പറഞ്ഞു. ഈ അഭിനയ സാധ്യത മലയാള സിനിമയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കൂടുതലാണെങ്കിലും മറ്റ് കൺട്രിയിലുള്ള ആളുകൾ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യാത്തതെന്നാന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് മറ്റ് കൺട്രീസിലല്ലല്ലോ, ചില GCC എന്ന് പറയുന്ന ചില നമ്മുടെ ഈ ഭരണം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ആ ഭരണം അത് ഏകാധിപത്യ ഭരണമല്ല അവിടെ. അപ്പം മുസ്ലിംസിൻ്റെ ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ ഒരു ആണ് പെണ്ണായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അവർക്കുള്ളത് കൊണ്ട് അതിനെ അവർ വിലക്കിയിരിക്കുന്നതാണ്. അതിന് നമുക്കൊന്നും പറയാൻ മാറ്റം വരണ്ടേ? മാറ്റം തീർച്ചയായിട്ടും വരണം. കാരണം ഇത് എനിക്കതിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വരുന്ന ഒരു ട്രാൻസ്പേഴ്സൺസിനൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നത്, അതിൽ അങ്ങനത്തെ മാറ്റം വന്ന് കലാകാരന്മാർ ഒരുപാട് ട്രാൻസ്പേഴ്സൺസിനെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളൊരു ഏരിയയും അതാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഉപജീവന മാർഗം നേടാമെന്ന് പറഞ്ഞ് കഴിയുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു തടസ്സമാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി കേരളം ഇത്രയധികം അംഗീകരിക്കുന്നത് കൊണ്ട് ട്രാൻസ്പേഴ്സൺസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കൊടുത്തിരുന്നു, ഡയറക്ടേഴ്സിന് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത്, കാരണം പ്രൊഡ്യൂസറിന് എപ്പോൾ സേഫ് ആകുന്ന GCC പോലത്തെ കൺട്രീസുകളിൽ പടം റിലീസ് കൊടുക്കുമ്പോഴാണ് അവർക്ക് സേഫ് സോണിനാവുന്നത്. അപ്പോൾ ഇത് അതല്ലാത്ത, കാരണം എൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ട് ഇത് അവിടെ സെൻസറിങ് ഓക്കെ ആയില്ല. അപ്പം തിരിച്ചടിച്ചു. അപ്പം എനിക്ക് കിട്ടുന്ന എൻ്റെ ഒരു ഫീൽ എത്ര, എൻ്റെ ഒരു വിഷമം എത്രയായിരിക്കും എന്ന് ചിന്തിച്ചേക്ക്. കാരണം നമുക്ക് അവസരം തന്നു, നമ്മൾ ചെയ്തു. അതെ, ആ ഒരു അവസരത്തിന് വേണ്ടി അവർക്ക് കിട്ടുന്ന നഷ്ടങ്ങളും ഒക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ തന്നെയാണ്. മാറ്റങ്ങൾ ഉടനെ വരട്ടെ. തീർച്ചയായിട്ടും. കാരണം 2018 ഓൾറെഡി സൗദിയിൽ തിയേറ്ററിനെ വന്നത്. പക്ഷേ ഇതൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും വേശ്യാലയം ഇപ്പുറത്ത് വെച്ചിട്ട് പള്ളി ഇപ്പുറത്തും വെച്ചിട്ട് ഉള്ള കൺട്രീസാണ്. അതപ്പം മുസ്ലിമിൽ ഇതല്ല, പ്രശ്നമല്ല. അപ്പം എന്താണ് ഇവർക്ക്, ഞാൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ്, ഇവർക്ക് തലയ്ക്ക് ഓളമായിട്ടില്ലേ, അതല്ലോ ചിന്തിക്കാനുള്ള ഇത് വന്നിട്ടില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളും ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ഒന്നും കാണല്ലേ, ഒന്നും കാണും. പണ്ടത്തെ അതേപോലത്തെ തന്നെ സിസ്റ്റങ്ങൾ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആയിരിക്കണം. ഇത് ശാസ്ത്രം വളർന്നു, ജനങ്ങളുടെ ചിന്താഗതികൾ മാറി, ഇതെല്ലാം മാറി. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ മാത്രം അവിടെ ചിന്താഗതികൾക്ക്, ഈ ഒരു ഇതിന് മാത്രം എന്താണ് അവിടെ ഇത് വരുന്നത്? ഏറ്റവും വേണ്ടത് മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്നത് അവരാണ് നമുക്ക് മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. സത്യം. അപ്പം എന്തായാലും ഇനി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പുതിയ വർക്കുകൾ എന്തൊക്കെയാ? എനിക്കിപ്പം അതും എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഒരു ചെറിയ റോളാണെങ്കിലും, ഒരു ചെറിയ റോളിലാണെങ്കിൽ പോലും വിളിച്ചിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞു, റിലീസിംഗിലേക്ക് എത്തുവാണ്. ഓക്കെ. അപ്പം അതും ഇത് ഈ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ? അപ്പം അതൊക്കെ നമുക്ക് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു തിരിച്ചടി ആയിരിക്കില്ലേ അത്?
ഇനിയിപ്പം വെബ് സീരീസ് പോലത്തെ സാധനങ്ങളിൽ Short film അല്ലേ? ആ. സീരിയലിൽ ഞാൻ ആദ്യം ഉള്ളത് കൊണ്ട് സീരിയലിൽ ഇപ്പം മില്യൻസിന്റെ സീരിയലിലാണ് നമ്മളൊക്കെ ആദ്യം ചെയ്തിരുന്നത്. അതിലൊക്കെ പോലീസ് സ്റ്റേഷൻ ഇപ്പം അതൊക്കെ നോക്കണ്ടേ. അല്ല, എന്നെ സംബന്ധിച്ച് ഒന്നില്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ഞാൻ ഇതല്ലെങ്കിൽ മറ്റൊന്ന് നമ്മൾ എവിടെ തളരാൻ റെഡിയല്ല ഞാൻ. അല്ല, ഒരു സ്ഥലത്തും ഞാൻ തളരില്ല. കാരണം വെച്ചാൽ ഇന്നല്ലെങ്കിൽ ഏതാണ് നമുക്ക് പറ്റുന്ന ഓപ്പർച്യൂണിറ്റികൾ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഞാൻ ഇവന്റുകൾ ചെയ്യുന്ന ഒരാളാണ്. എന്ത് ജോലിയും ചെയ്യും, മടിയില്ല. ഒരു മടിയില്ല. ഇപ്പം സെലിബ്രിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പോയി ക്ലാസ് എടുത്ത് കൊടുക്കുകയും ഇതാക്കുകയും എനിക്ക് അങ്ങനത്തെ പട്ടൊന്നും വേണ്ട. തലക്കനമൊന്നും എനിക്കില്ല. ഇല്ല, എനിക്ക് ചില തലക്കനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തലക്കനം എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. എങ്ങനെ തലക്കനം അനുഗ്രഹമാണോ? തീർച്ചയായിട്ടും. ചില സമയത്ത് റോഡിലൂടെ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇതിലും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ആ പേഴ്സണാലിറ്റിയും കാണിക്കുന്നതും കാണിക്ക് ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അജിൻ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അജിന് എൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് എന്ന് പറയാമോ? എനിക്ക് പറയാനുള്ളത്, ശരിക്കും റിയെ എനിക്കൊരു 8 വർഷമായിട്ട് പരിചയമുണ്ട്. അടുത്തറിയുമ്പോഴേ ആളെന്താണെന്ന് അറിയത്തുള്ളൂ കേട്ടോ. കാണുമ്പോൾ ചിലപ്പോൾ ക്രൂരതയാന്ന് തോന്നും. ആ എക്സ്പ്രഷൻ എന്തോ ചെയ്യാൻ പറ്റുമല്ലേ? അല്ല, ആ എക്സ്പ്രഷൻ പല ഭാഗത്തു നിന്നും നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് വരുമോ, എവിടെയാ, റൂമുണ്ടോ, ഇങ്ങനെ ചോദിച്ച സമൂഹത്തിൽ നിന്ന് നമ്മളും എങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഇട്ട് നടന്നെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുണ്ടായിരുന്നു. ഒരു ചോദ്യം പോലും ഇന്ന് ഉന്നയിക്കുന്നില്ല. അങ്ങനെ ശത്രുക്കളായിട്ടുള്ള ഒരു സുഹൃത്തുക്കളായിട്ടുണ്ടോ ഇന്ന്? ഇഷ്ടം പോലെ. അപ്പം അതിൽ ഉദാഹരണം ഞങ്ങളുടെ സിനിമാ സെറ്റിൽ തന്നെ ശിവജി ഗുരുവാറിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ. ഇപ്പം ഞാൻ പണ്ട് ആ സിനിമ ഇപ്പം OTT ഇപ്പോഴാണ് റിലീസാവാൻ പോകുന്നത്. പക്ഷേ ആ സിനിമയിൽ ഫ്രൈഡേ ട്രിപ്പ് എന്ന് പറയുന്ന മൂവി, അപ്പം പുള്ളിക്കാരൻ ഞാനുമായിട്ട് അന്നൊരു നല്ലൊരു ഉടക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിൽ ഒരാളാണ് സൂര്യലാൽ. നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ഉടമയാണ് പുള്ളിക്കാരൻ. പക്ഷേ അന്ന് അതെന്തോ ഞങ്ങൾ തമ്മിലൊരു ക്ലാഷ് ആയിരുന്നു അവിടെ. ആ പുള്ളിക്കാരനെ ഞാൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താക്കി മാറ്റി. അങ്ങനെ കുറേ പേര്. ഇനി ഒരുപാട് നല്ല സിനിമകൾ റിയെ തേടി വരട്ടെ. അതോടൊപ്പം ബിഗ് ബോസ് സീസൺ 7 ഉണ്ടോ? ബിഗ് ബോസ് സീസൺ 7 എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാവും. പക്ഷേ എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിനോട് എനിക്ക് എതിർപ്പ് എന്നല്ല, ബിഗ് ബോസ് ഇപ്പോൾ എനിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് പ്രശസ്തി അല്ല എനിക്ക് താല്പര്യം. അല്ല. എന്ന് വെച്ചിട്ട് അതിനോട് എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രോഗ്രാമാണ്. ഒരു വിഭാഗം, കാരണം ഒരു സാധനത്തെ എന്നെ തന്നെ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്, ഒരു വിഭാഗം ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ. അപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിനെ ഒരുപാട് പേര് അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്നോട് ചോദിക്കുന്നു, റിയയ്ക്ക് ബിഗ് ബോസിലേക്ക് വന്നിരുന്ന ട്രാൻസ്പേഴ്സൺസ് എന്താണെന്ന് എൻ്റെ അത്ര അടുത്ത സുഹൃത്തുക്കൾ അത് കാണിച്ചു കൊടുക്കാൻ റിയനെ പോലെ വേറൊരാളില്ല എന്ന് വരെ പറയുന്ന സുഹൃത്തുക്കളും ഇതുകൊണ്ട്. അപ്പം എന്ന് വെച്ചിട്ട് എനിക്ക് എനിക്ക് സത്യത്തിൽ എനിക്ക് ആ ഒരു പ്രശസ്തിയല്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റീനെ ഇത്രയധികം മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മളൊരാൾ പോയാൽ അതിനൊരു കമ്മ്യൂണിറ്റീനെ അത്രയൊരു ഇത് കിട്ടുമെങ്കിൽ നല്ല രീതിയിൽ കിട്ടുമെന്നാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസം. ഇല്ല. കാരണം ഞാൻ അവരുടെ ടൂളല്ല. ഞാൻ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ടൂളായിരിക്കില്ല. പക്ഷേ ജെന്യൂനായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ അതല്ല അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ബിഗ് ബോസ് ഒന്നും പണ്ടത്തെ ആ ഒരു ബിഗ് ബോസിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും പറ്റും. അതുപോലത്തെ ടൈപ്പ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫെയിം ആവാനാണെങ്കിൽ പല ടൈപ്പിൽ ഫെയിം ആവാം. പക്ഷേ എനിക്ക് എൻ്റെ കഴിവിലൂടെ ഫെയിം ആവണം എന്നാണ് വിചാരിക്കുന്നത്. റിയ, എനിക്ക് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ ചേച്ചി ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെന്നെ മർദ്ദിക്കും, എനിക്ക് പുരുഷനിൽ നിന്ന് സ്ത്രീ ആവണം എന്ന് മെസ്സേജുകൾ വരാറുണ്ടോ? ഇഷ്ടം പോലെ. ഞാൻ അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്, കുട്ടിയുടെ അവസ്ഥ എന്താണ്, ഇപ്പം കുട്ടിക്കൊരു എങ്ങനെയാണ്, കുട്ടി ഒരു ലേഡീനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, എന്താണ് മാനസികാവസ്ഥ, ഏതൊക്കെ ഇതാക്കുന്നു, വീട്ടിൽ തന്നെ സംസാരിച്ച്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒന്ന് കറക്റ്റാക്കി നല്ലൊരു ജോബ് സെറ്റാവുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്താൽ മതി എന്ന് പറയും. കാരണം വെച്ചാൽ അവർ ഇതായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഗവൺമെൻറ് ഏതൊരു ജോബിലേക്കും കയറാൻ പറ്റും. അങ്ങനെ എത്രോളം മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഫോണിൽ? അത്യാവശ്യം ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. വരാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കൾച്ചർ, അമ്മ അച്ഛൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കൾച്ചറുകൾ എനിക്ക് താല്പര്യമില്ല. ഇല്ല. കാരണം വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ജലസ, അങ്ങനെ സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ 20 അനാഥ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു. ഞാൻ എൻ്റെ ഇതാക്കി. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, അങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക്
എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എന്നേ ഉള്ളൂ. അത് ചെയ്തതിന് വിരോധം ഉണ്ടെന്നല്ല പറഞ്ഞത്. ഒരു പ്രണയം ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എന്താണ് ഉദ്ദേശിക്കുന്നത്? കല്യാണം ഉണ്ടോയെന്നാണ് ഉദ്ദേശിക്കുന്നത്? കല്യാണത്തിനോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ യാഥാസ്ഥിതികയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. കല്യാണത്തെക്കുറിച്ച്, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടന്മാരാരും എന്നെ അംഗീകരിച്ചിട്ടില്ല എന്ന്. അപ്പം ആ ഒരു വ്യക്തിനെ മാത്രം എന്നോട് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ഫാമിലി ഉണ്ടാവും. അപ്പോൾ ആ ഫാമിലിനോട് ഞാൻ അംഗീകരിക്കാൻ പറയണം. കൂട്ടുകുടുംബങ്ങളുണ്ടാവും, അവനോട് അംഗീകരിക്കാൻ പറയണം. അതൊന്നും എന്താണ് ഞാൻ ഇന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. കല്യാണത്തെക്കുറിച്ചൊന്നും കല്യാണം എനിക്ക് താല്പര്യമില്ല, പക്ഷെ ആഗ്രഹമില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളതല്ല. അത് യാഥാസ്ഥിതിക മനസ്സിലാക്കി ജീവിക്കുന്നു. ഇത്ര സമയത്ത് ഇന്ന കല്യാണം കെട്ടണം ആക്കണമെന്നില്ല. നമ്മളെന്താണ് പോകുന്ന സമയത്ത് ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കുക. ഇനിയിപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സിനിമ എക്കാലത്തെയും ഒരു സിനിമയാണിത്. ഒരു ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സിനിമയായി മാറാം. തീർച്ചയായിട്ടും ചെയ്ത റോളുകളും അതാണ്. അത് ഹെവി റോളാണ്. അപ്പം അങ്ങനെ ഒരു ജീവിച്ചിരുന്നു എന്നുള്ള എന്ന് വെച്ചാൽ ഞാൻ സെക്സ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കില്ല എന്നോ എനിക്ക് പ്രണയം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പ്രണയിക്കുന്ന ആൾക്കാരോട് ഒരു ജെന്യൂനായിട്ട് ഞാൻ നിന്ന് പ്രണയിക്കുക തന്നെ ചെയ്യും. കുറെ തേപ്പുകളല്ലേ ഈ കാലഘട്ടം സംഭവിക്കുന്നേ. എന്ത് തേപ്പ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഇതിനൊക്കെ സില്ലിയായിട്ട് കാണാനേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല, ഒരു പ്രണയം ഇല്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനൊന്നും താല്പര്യം എന്നെ കൊണ്ട് അത് പറ്റില്ല. കാരണം അതിനപ്പുറം ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സ്നേഹിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് സ്നേഹിക്കാം. കാരണം ഒരു സ്നേഹം കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ടെൻഷൻസ്, നമ്മുടെ കെയറിങ് ഒക്കെ കിട്ടാത്ത കെയറിങ് നമുക്ക് കിട്ടുമ്പം അനുഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കല്യാണം എന്ന് പറയുന്ന സാധനത്തിനോട് ഞാൻ എൻ്റെ പേഴ്സണലി ഞാനത് അവരോട് പറയില്ല. കാരണം എൻ്റെ വീട്ടിലെ കുട്ടികളെ കല്യാണം പോലും ഞാൻ കാരണം മുടങ്ങുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അതൊരു ഫീലിംഗ് നടക്കുന്ന. അപ്പം ഞാൻ എന്നൊരാളെ കല്യാണം കഴിച്ച് കെട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ മക്കളുണ്ടാവില്ലേ, അവരുടെ ഇതിൽ ഇങ്ങനെ ഇതാക്കില്ലേ. ഇതൊക്കെ എന്നാണ് മാറുക എന്നൊന്നും, ഇതൊന്നും മാറാൻ പോകുന്നത് എനിക്കിപ്പം എന്തായാലും മാറിയാലും ഇല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിതം എനിക്കിങ്ങനെ ജീവിച്ചാൽ മതി. ജീവിച്ച് തീർന്നു. മരിക്കുന്നതിന് മുമ്പ് 10 പേരെന്നെ അറിയണം. അറിഞ്ഞില്ലെങ്കിലും സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കുക, അത് തന്നെയാണല്ലോ അറിയാന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അതോടൊപ്പം സ്നേഹിക്കുന്ന ജനങ്ങളോട് എന്തോ ഈ നിമിഷം പറയാനുള്ളത്? സ്നേഹിക്കുന്നത് നല്ലതിനെ സ്വീകരിക്കുക. ജനങ്ങളെല്ലാവരും നമ്മൾ തരുന്ന റെസ്പെക്റ്റ് തിരിച്ചു തരിക. അത് ആരാണെങ്കിലും, ട്രാൻസ്പേഴ്സൺ 6% ആരാണെങ്കിലും ആരെയും ഒരാളെയും വിലയിരുത്തി മനുഷ്യൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഇട്ട് അവരെ പ്രതികരിക്കുക. എല്ലാവരും ഒരേ രീതിയിൽ നിന്ന് ചിന്തിക്കാതെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ എല്ലാവരും ഒരച്ഛൻ്റെ അമ്മേൻ്റെ മക്കളല്ല. പലരും പല ടൈപ്പ്, പല വിഭാഗം, പല സാഹചര്യത്തിൽ വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സാഹചര്യമൊക്കെ മനസ്സിലാക്കുക. അപ്പം അവരെ എന്തിനാണ് നമ്മൾ ദ്രോഹിച്ചിട്ട് എന്താ കിട്ടുന്നത്? ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ അവരുടെ ഇഷ്ടമാണ്, ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. കമൻറ്റുകൾ ഒരുപാട് വരാറുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അതിൽ നെഗറ്റീവ് റീക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റ് എനിക്ക് തന്നെ ദേഷ്യം വന്നത്, ജീവിച്ച് കാണിച്ച് ജീവിക്കുന്നു. കണ്ടിരുന്നോ അത്? ഇല്ല ഞാൻ കണ്ടില്ല. ഞാൻ രണ്ടും ആവാലോ, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കാണിച്ച് ജീവിക്കാറില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കാറാണ്. മതി. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.